നാദാമൃതം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കർണാടക സംഗീതം പഠിക്കുക എന്നുള്ളത് വളരെ മഹത്തായ ഒരു ആശയമാണ്. ഈ ഒരു ആശയത്തെ മുൻനിർത്തി DSMC തയ്യാറാക്കുന്ന കർണാടക സംഗീത പരമ്പരയായ നാദാമൃതം എന്ന ഈ പ്രോഗ്രാമിൽ കർണാട്ടിക് ബേസിക് ലെസൺസ്, അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ, അതുപോലെ വോക്കൽ എക്സസൈസ് നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ആദ്യമായി നമുക്ക് സ്വരങ്ങളെ പരിചയപ്പെടാം. സപ്തസ്വരങ്ങൾ 7 സ്വരങ്ങളാണ്. സപ്തം എന്ന് പറഞ്ഞാൽ 7. അതിലെ ഒന്നാമത്തെ സ്വരമാണ് സ. ഈ സ എന്ന് പറയുന്ന നോട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷഡ്ജം. ഷഡ് എന്ന് പറഞ്ഞാൽ 6, ജം എന്ന് പറഞ്ഞാൽ 6 സ്വരങ്ങൾക്ക് പിറവി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എവിടെ സ പറയുന്നോ അതാണ് നമ്മുടെ ഷഡ്ജം. സ പറഞ്ഞാൽ അവിടെ മുതൽ 6 സ്വരങ്ങൾ പിന്നീട് ജനിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ സ്വരമായ സായെ നമ്മൾ ഷഡ്ജം എന്ന് വിളിക്കുന്നു. മറ്റുള്ള 6 സ്വരങ്ങളായ രി, ഗ, മ, പ, ധ, നി ഇത്രയും സ്വരങ്ങൾ നമുക്ക് വീണ്ടും പുതുതായിട്ട് ഉണ്ടാകുന്നു. ഒന്നാമത്തെ സ്വരം ഷഡ്ജമാണ്. ഞാൻ എടുത്തിരിക്കുന്ന ശ്രുതി ബി ആണ്, മുക്കാൽ കട്ടയാണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് പാടാൻ പറ്റിയ ഒരു ശ്രുതിയാണ്. നമുക്ക് ആദ്യമായിട്ട് ശ്രുതി പറയാം. ശ്രുതി പറയുന്നത് സായും പായും എന്ന 2 നോട്ടുകൾ വെച്ചിട്ടാണ്. ഷഡ്ജം, അതുപോലെ പാ എന്ന് പറയുന്ന നോട്ടാണ് പഞ്ചമം. ഷഡ്ജവും പഞ്ചമവും എന്ന് പറയുന്നത് പ്രകൃതി സ്വരങ്ങളാണ്. ഇവയ്ക്ക് ചലനമില്ല, അതുകൊണ്ട് ഇവയെ പ്രകൃതി സ്വരങ്ങൾ എന്ന് വിളിക്കുന്നു. അചല സ്വരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് മംഗളകരമായ പല അവസരങ്ങളിലും ഈ 2 സ്വരങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത്. അപ്രകാരം ഷഡ്ജം, പഞ്ചമം 3 ഒക്ടേവുകളിലായിട്ട് പാടുന്നതിനെയാണ് നമ്മൾ ശ്രുതി പറയുക എന്ന് പറയുന്നത്. അതായത് സ പ സ എന്ന് പാടാറുണ്ട്. ഇതിനെ ശ്രുതി പറയുക എന്ന് പറയും, അല്ലെങ്കിൽ സ പ സ പറയുക എന്ന് പറയും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ശ്രുതി പറയാം. മിഡിൽ ഒക്ടേവിലുള്ള ഷഡ്ജം സ, നീട്ടി പറയാൻ ശ്രമിക്കുക. ഒന്നുകൂടെ പറയാം. സ, അടുത്തത് പഞ്ചമമാണ്. പഞ്ചമം എന്ന് പറഞ്ഞാൽ 5ാമത്തെ സ്വരമാണ്. സ, രി, ഗ, മ, പ, അങ്ങനെ 5ാമത്തെ നോട്ട്. അതുകൊണ്ടാണ് ഇതിനെ പഞ്ചമ എന്ന് വിളിക്കുന്നത്. സ, പ, ഇവിടെയാണ് നോട്ട് വരുന്നത്. അപ്പോൾ പ, അതിൻ്റെ മുകളിലത്തെ ഷഡ്ജം പാടാം. സ, പ, സ, ഇത് മധ്യസ്ഥായിലുള്ള സായും പായും, അതേപോലെ ടോപ്പ് സാ പാ സ എന്ന് പിടിക്കുന്നു. എന്നാൽ ഇത് കൂടാതെ നമുക്ക് 3 ഒക്ടേവ്സ്, 2 ഒക്ടേവ്സ് കൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മുകളിലത്തെ പഞ്ചമം കൂടെ പാടാനായിട്ട് ശ്രമിക്കണം. അതേപോലെ ബോട്ടം ലെവലിലുള്ള പഞ്ചമം കൂടെ പാടണം. അപ്പോൾ എങ്ങനെ പാടും? സ, മിഡ് ഒക്ടേവ് ആണ്. പ, മധ്യസ്ഥായി പഞ്ചമം. അടുത്ത ടോപ്പ് ഷഡ്ജം സ, അടുത്ത ഒക്ടേവിലുള്ള, മുകളിലത്തെ ഒക്ടേവിലുള്ള പഞ്ചമം പാടുവാണെങ്കിൽ സ, പ അവിടെ വരും. അപ്പം പ, വീണ്ടും താഴേക്ക് സ, മധ്യസ്ഥായ പഞ്ചമം പ, മധ്യസ്ഥായ ഷഡ്ജം സ, ഇനി മന്ത്രസ്ഥായി പഞ്ചമം സ, പ, ഇവിടെ വരും. അപ്പം പ, വീണ്ടും
മധ്യസ്ഥായി ഷഡ്ജത്തിലേക്ക് വന്ന് ലാൻഡ് ചെയ്യണം. സ ഇങ്ങനെയാണ് ശ്രുതി പറയുന്നത്. പെട്ടെന്നൊന്ന് പറയാം. സ പ സ പ സ പ സ പ സ. ഇങ്ങനെ പാടി നിർത്തണം. ഇതാണ് ശ്രുതി പറയുക എന്ന് പറയുന്നത്, ഷഡ്ജം പഞ്ചമം. ഇനി നമുക്ക് സപ്തസ്വരത്തെ പരിചയപ്പെടാം. നമ്മൾ സായും പായും പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ പൊസിഷൻ പഠിച്ചു. ഇനി അടുത്തത് രി, ഗ, മ, ധ, നി, ഇത്രയും നോട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ ചെറിയ ഗാന്ധാരത്തിൻ്റെ സ്ഥാനമുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. ആദ്യമായിട്ട് പരിചയപ്പെടുന്ന രാഗം എന്ന് പറയുന്നത് 72 മേളകർത്ത സ്കീമിലെ 15ാമത്തെ രാഗമായ മായ മാളവ ഗൗള എന്ന രാഗമാണ്. ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ പാടുമ്പോൾ ഷഡ്ജം കഴിഞ്ഞുള്ള ശുദ്ധ ഋഷഭമാണ് വരുന്നത്. അതായത് ചെറിയ രീയാണ്. ഇപ്പോൾ സാ ഇവിടെയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള രീ ഇതായിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന രീ നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് വേറെ പല രാഗങ്ങളിലുമാണ് ഈ ഋഷഭം യൂസ് ചെയ്യുന്നത്. സ രീ രീ, ഇത് വലിയ രീയാണ്. അതായത് ചതുർശ്രുതി എന്ന് പറയുന്ന രീയാണ് ചതുർശ്രുതി. ഇവിടെ നമുക്ക് വേണ്ടത് ശുദ്ധ ഋഷഭമാണ്. അതായത് സരി, തൊട്ടടുത്ത് നിൽക്കുന്ന രീയാണ്. തൊട്ടടുത്ത ഗാന്ധാരമാണ് അത്. സരി ഗ, ചെറിയ ഗാന്ധാരമാണ്. നമുക്കിവിടെ മായാമാളവകൾ എന്ന രാഗത്തിന് ചെറിയ ഗാന്ധാരമല്ല, അവിടെ ഉപയോഗിക്കുന്നത് വലിയ ഗാന്ധാരമാണ്. അതിൻ്റെ പേരാണ് അന്തര ഗാന്ധാരം. അപ്പം സരി ഗ ഗ, പാടി നോക്കാം. സരി ഗ, പാടാം. 3, 4. സരി ഗ. ഇനി അടുത്തത് മധ്യമമാണ്. മ എന്ന നോട്ട്, അത് മധ്യമം എന്നാണ് അറിയപ്പെടുന്നത്. മധ്യമം അതായത് മധ്യ സ്ഥായിലുള്ളത് മധ്യമം. 4ാമത്തെ നോട്ട് സരി ഗ മ, വലിയ ഗാന്ധാരം, അതായത് അന്തരഗാന്ധാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നോട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ സാ പറയുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള രീയാണ്. ഇടയ്ക്കുള്ള ഗാന്ധാരം വേണ്ട, ഇടയ്ക്കുള്ള ഋഷഭം വേണ്ട, തൊട്ടടുത്തുള്ള സാധാരണ ഗാന്ധാരം വേണ്ട, പിന്നെ വരുന്നത് അന്തരഗാന്ധാരം. അപ്പം 2 സ്വരം കഴിഞ്ഞിട്ട് 2 ഗ്യാപ്പ് വരുന്നുണ്ട്. അടുത്തത് വലിയ ഗാന്ധാരം, തൊട്ടടുത്ത് മധ്യമം വരും. സരി ഗ മ, 2 സ്വരം 2 ഗ്യാപ്പ് 2 സ്വരം എന്ന ക്രമത്തിലായിരിക്കും അത് വരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫും അതായത് പദനിസ അതും ഇതേപോലെ തന്നെയാണ്. പധ, ശുദ്ധ ദൈവതമാണ് ഉപയോഗിക്കുന്നത്. പധ, അടുത്ത ധ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അടുത്തത് ധ എന്നുള്ളൊരു നോട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പം പധ പധ, ഒന്ന് പാടി നോക്കേ. പധ, അടുത്തത് പധ, പിന്നെ വരുന്നത് ധ വേണ്ട. അതുപോലെ നിഷാദം, ചെറിയ നിഷാദമുണ്ട്, അതായത് കൈശിക നിഷാദം എന്ന് വിളിക്കും. പധ നീ, അത് കൈശിക നിഷാദത്തിൻ്റെ സ്ഥാനമാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് വേണ്ടത് വലിയ നിഷാദമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് കാകളി നിഷാദം. അപ്പം പധ നീ, ഷാർപ്പ് നോട്ടാണ്. പധ നീ, തൊട്ടടുത്ത് സ. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് പോലെയാണ് സെക്കൻഡ് ഹാഫും. അത് സാരി 2 സ്വരം ഗ്യാപ്പില്ലാതെ, ഇടയ്ക്ക് 2 സ്വരം, പിന്നെ ഗായും മായും അടുത്ത്. അതേപോലെ തന്നെ പായും ധായും അടുത്ത് 2 ഗ്യാപ്പ്,
നീയും സായും അടുത്ത്. സ രി ഗ മ പ ധ നീ സ. നമ്മൾക്ക് യൂണിവേഴ്സലായിട്ട് അംഗീകരിച്ചത് 12 സ്വരസ്ഥാനങ്ങളാണ്. ഇവിടെ നമ്മൾ 7 സ്വരങ്ങളാണ് പറയുന്നത്. കാരണം നമുക്ക് രണ്ട് വകഭേദങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ രീക്ക് 2 വകഭേദം വരുന്നുണ്ട്, ഗായ്ക്ക് 2 വകഭേദം വരുന്നുണ്ട്, മായ്ക്ക് 2 വകഭേദം വരുന്നുണ്ട്. അതുപോലെ ദൈവതം, നിഷാദം ഇത്രയും സ്വരങ്ങൾക്ക് 2 വകഭേദങ്ങൾ വീതം വരുന്നുണ്ട്. അങ്ങനെ അത് 10 സ്വരങ്ങളാകും. പിന്നെ സായും പായും കൂടെ ചേർത്ത് 12 സ്വരസ്ഥാനങ്ങളാണ്. ഇപ്പോൾ മായാമാളവ ഗൗള എന്ന രാഗത്തിൽ വരുന്ന സ്വരസ്ഥാനം പറയുമ്പോൾ 7 സ്വരങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഋഷഭം, ചെറിയ രീയും, അതേപോലെ വലിയ ഗായും, പിന്നെ ചെറിയ ധായും വലിയ നീയും. അതിൻ്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ രീ എന്ന് പറഞ്ഞാൽ ശുദ്ധ ഋഷഭം, അന്ധരകാന്താരം, പിന്നെ ശുദ്ധ മധ്യമം, പിന്നെ പഞ്ചമം, പിന്നെ ശുദ്ധ ദൈവതം, പിന്നെ കാകളി നിഷാദം, മുകളിലുള്ള ഷഡ്ജം. അപ്പോൾ മധ്യസ്ഥായ ഷഡ്ജം, പിന്നെ അതേപോലെ മുകളിലൊരു ഷഡ്ജം കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ താരസ്ഥായ ഷഡ്ജം കൂടെ ചേർത്താണ് നമ്മൾ പാടുന്നത്, വരിശകൾ പാടുന്നത്. അപ്പോൾ നമ്മൾ അതിനെ മറ്റൊരു പേര് ചേർത്ത് വിളിക്കും, അത് സ്വരാഷ്ടകം എന്ന് വിളിക്കും. സപ്തസ്വരങ്ങൾ എന്ന് പറയുന്ന 7 സ്വരങ്ങളാണ്. 8 സ്വരങ്ങൾ പാടുമ്പോൾ അതിനെ സ്വരാഷ്ടകം എന്ന് പറയും. 8 സ്വരങ്ങൾ വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്വരങ്ങളുടെ സ്ഥാനം ഒന്നുകൂടെ പാടി നോക്കാം. സ. ഞാൻ പാടിയതിന് ശേഷം നിങ്ങൾക്ക് പാടാവുന്നതാണ്. ഞാൻ അതിനുള്ള സ്പേസ് ഇടാം. ഇനി അതേപോലെ നമുക്ക് ഒരു താളമുണ്ട്, ഒരു നിശ്ചിത ക്രമത്തിലുള്ളൊരു താളം ഉണ്ടായിരിക്കും. ആ താളം എന്ന് പറയുന്നത് ഈക്വൽ ഡ്യൂറേഷനിലുള്ള ഒരു ബീറ്റുകളാണ്, കുറച്ച് ബീറ്റുകളായിരിക്കും. അപ്പോൾ ഈ ബീറ്റുകളെന്ന് പറയുന്നത് തുല്യമായത് കൊണ്ട് തന്നെ കൃത്യതയുണ്ടാകും. നമുക്ക് താളത്തിൻ്റെ ഒരു കൃത്യതയുണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു ബീറ്റ് കഴിഞ്ഞാൽ അടുത്ത ബീറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ഡ്യൂറേഷനിലായിരിക്കും പോകുന്നത്. അത് ഏത് സ്പീഡാണെങ്കിലും നമ്മൾ എടുക്കുന്ന സ്പീഡ് എന്താണോ അത് നമ്മൾ വരിശ പാടി തീരുന്നതുവരെ ആ സ്പീഡിൽ തന്നെ ആയിരിക്കണം ഈ ബീറ്റ് ഇടേണ്ടത്. ഓക്കെ, സ്വരങ്ങളുടെ പൊസിഷൻ ഞാൻ ഒന്നുകൂടെ പാടാം. ഞാനൊരു സ്പേസ് ഇടാം, നിങ്ങൾ അതിൻ്റെ കൂടെ പാടാൻ ശ്രമിക്കുക. ഓക്കെ, സ രീ ഗ മാ പ ധ നീ സ. ഡിസെൻഡിങ് അവരോഹണം. സ നീ ധ പ മ ഗ രീ സ. ഇതാണ് സപ്തസ്വരങ്ങൾ. ഇത് പാടുന്നത് ഒരു നിശ്ചിത അകലത്തിലാണ്. ഈ അകലം എന്ന് പറയുന്നത് താളമാണ്. ഒരു താളക്രമമുണ്ട്. ആ താളക്രമം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം. ഇപ്പം നിങ്ങൾ ഈ സ്വരസ്ഥാനം കേട്ട് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത എപ്പിസോഡുമായി നമുക്ക് അടുത്ത ബുധനാഴ്ചയിൽ കാണാം. നമസ്കാരം.